വാണിജ്യാവശ്യങ്ങൾക്കുള്ള വലിയ കപ്പലുകൾക്കും മരം കൊണ്ട് നിർമ്മിച്ച പത്തേമാരിയടക്കമുള്ള വലിയ ബോട്ടുകൾക്കും നിർദ്ദേശം ബാധകമാണ്. ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സംവിധാനം നിർത്താതെ പ്രവർത്തിപ്പിക്കണമെന്നതാണ് നിർദ്ദേശം. തുടർച്ചയായ കപ്പൽ ട്രാക്കിംഗ് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കപ്പലുകളുടെ സ്ഥാനം, യാത്രാഗതി, യാത്രാ കപ്പലുകളാണോ ചരക്ക് കപ്പലുകളാണോ, യാത്രയുടെ ലക്ഷ്യമെന്ത്, കപ്പലിന്റെ മറ്റു വിവരങ്ങൾ എന്തെല്ലാം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. സമീപത്തെ മറ്റു കപ്പലുകളിലേക്കും തീരത്തെ സുരക്ഷാ സംവിധാനങ്ങളിലേക്കുമെല്ലാം ഇതിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിക്കും. കപ്പലുകൾ ഒമാൻ തീരത്തേക്ക് വരുന്നതാണോ, തീരത്ത് സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടോ തുടങ്ങിയ വിവരങ്ങളും, അപരിചിതമായ കപ്പലുകളാണെങ്കിൽ ഇവയെക്കുറിച്ചുള്ള വിവരങ്ങളും അധികൃതർക്ക് ലഭിക്കാൻ ഇത് സഹായിക്കും. കപ്പലുകളുടെ കൂട്ടിയിടിയടക്കമുള്ള അപകടങ്ങളും സുരക്ഷയെ ബാധിക്കുന്ന മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സംവിധാനം സഹായകമാണ്. വിമാനത്തിലെ ട്രാൻസ്പോണ്ടറുകൾ പോലെയാണ് കപ്പലിലെ ഐഡന്റിഫിക്കേഷൻ സംവിധാനം പ്രവർത്തിക്കുക. 300 ടൺ ഭാരമുള്ള യാത്രാ കപ്പലുകൾക്കും 500 ടൺ മുതൽ ഭാരമുള്ള ചരക്ക് കപ്പലുകൾക്കും ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം നിർബന്ധമായും വേണമെന്നാണ് അന്താരാഷ്ട്ര നിയമം. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.